അതായത് 5 ഇൻറ്റു h ഈക്വൽ ടു 25. ഇനി ഇതിൻ്റെ ഹൈറ്റ് ഉയരം h ഈസ് ഈക്വൽ ടു, ഇപ്പോൾ കോമ്പസ് അടുത്ത സൈഡിലും കുത്തി ഇതേപോലെ 6 സെൻറ്റിമീറ്റർ നീളത്തിൽ ഇതേപോലെ ഒരു ആർക്ക് കൂടി വരച്ചു, ഈക്വൽ ടു 24 ആയിരിക്കും. ഇന്നത്തെ വീഡിയോ ഏരിയ ഓഫ് ക്വാഡ്രിലേറ്ററൽസ്, ചതുർഭുജങ്ങളുടെ പരപ്പളവ്. 8ാം ക്ലാസ്സിലെ ഒരു ചാപ്റ്ററാണ് ഏരിയ ഓഫ് ക്വാഡ്രിലേറ്ററൽസ്. 8ാം ക്ലാസ്സിലെ ആ ചാപ്റ്ററിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ചെയ്യുന്നത്. പാർട്ടായിട്ട് ചെയ്യുന്നു. ഓരോ പാർട്ടുകൾ ഓരോ വീഡിയോയിലായിട്ട് ചെയ്യുന്നുണ്ട്. തുടർന്ന് വീഡിയോ കാണുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡ്രോ എ പാരലോഗ്രാം ഓഫ് സൈഡ്സ് 5 സെൻറ്റിമീറ്റേഴ്സ്, 6 സെൻറ്റിമീറ്റേഴ്സ് ആൻഡ് ഏരിയ 25 സ്ക്വയർ സെൻറ്റിമീറ്റേഴ്സ്. ഒരു പാരലോഗ്രാം സാമാന്തരികം വരയ്ക്കുക. സൈഡ്സ് 5 സെൻറ്റിമീറ്ററും 6 സെൻറ്റിമീറ്ററുമാണ്. അതുപോലെ ഇതിൻ്റെ ഏരിയ പരപ്പളവ് 25 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. ഏരിയ എ ഈസ് ഈക്വൽ ടു, നമുക്കറിയാം പാരലോഗ്രാമിൻ്റെ ഏരിയ ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്, ബി ഇൻറ്റു എച്ച്, ബേസ് ഇൻറ്റു ഹൈറ്റ്. ഇവിടെ അത് ഏരിയ ഈക്വൽ ടു 25 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് തന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഒരു സൈഡ്, നമുക്ക് തന്നിരിക്കുന്ന 2 സൈഡുകൾ 5ഉം 6ഉം ആണ്. അപ്പോൾ ഒരു സൈഡിനെ തൽക്കാലം ഞാനിപ്പോൾ ബേസ് ഈസ് ഈക്വൽ ടു 5 സെൻറ്റിമീറ്റർ എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ബേസ് 5 സെൻറ്റിമീറ്ററും ഏരിയ 25 സെൻറ്റിമീറ്ററും ആണ്. അപ്പോൾ ബി ഇൻറ്റു എച്ച് ഈക്വൽ ടു 25 ആണ്. അതായത് 5 ഇൻറ്റു എച്ച് ഈക്വൽ ടു 25. ഇനി ഇതിൻ്റെ ഹൈറ്റ് ഉയരം h ഈസ് ഈക്വൽ ടു 25 ഡിവൈഡ് ബൈ 5 ഈക്വൽ ടു 5 സെൻറ്റിമീറ്റർ എന്ന് കിട്ടി. അപ്പോൾ ഇവിടെ ബേസ് 5 സെൻറ്റിമീറ്ററും ഹൈറ്റ് 5 സെൻറ്റിമീറ്ററുമായിട്ടുള്ള പാരലോഗ്രാമാണ് വേണ്ടത്. അപ്പോൾ ഈ സാമാന്തരികത്തിൻ്റെ ഒരു സൈഡ് മറ്റൊരു സൈഡ് 6 സെൻറ്റിമീറ്ററും ആണ്. അപ്പോൾ നമുക്ക് വരച്ച് നോക്കാം. അപ്പോൾ ഇവിടെ ആദ്യം 5 സെൻറ്റിമീറ്റർ നീളത്തിൽ നമ്മൾ ബേസ് വരച്ചു. ബേസ് 5 സെൻറ്റിമീറ്റർ. ഞാനിവിടെ അളവെടുത്തിട്ടില്ല. 5 സെൻറ്റിമീറ്റർ നീളത്തിൽ സ്കെയിൽ എടുത്ത് വരയ്ക്കുക. ഇനി വേണ്ടത്, ഇതിന് ഹൈറ്റ് എന്ന് പറയുമ്പോൾ ബേസിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. അപ്പോൾ ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ട് 5 സെൻറ്റിമീറ്റർ നീളത്തിൽ ഒരു ലൈൻ വരയ്ക്കുക. അപ്പോൾ നമുക്ക് ഹൈറ്റ് 5 സെൻറ്റിമീറ്റർ നീളത്തിൽ വരച്ചു. അപ്പോൾ ബേസിന് പെർപെൻഡിക്കുലർ ആയിട്ട് തന്നെ വരയ്ക്കുക. അത് പൊട്രാക്ടർ എടുത്തിട്ടോ അല്ലെങ്കിൽ സ്കെയിൽ നോക്കിയിട്ടോ വരയ്ക്കാൻ കോമ്പസ് വെച്ച് ഒരുപാട് വഴികളുണ്ട്. അപ്പോൾ ഈ സൈഡിൽ നിന്നും ഒരു പെർപെൻഡിക്കുലർ വരച്ചു. ഇനി ബേസും മുകളിലത്തെ സൈഡും പാരലായിരിക്കണം. അപ്പോൾ വീണ്ടും ഈ വരച്ച ഹൈറ്റിന് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുക. ഇപ്പോൾ ഹൈറ്റിന് പെർപെൻഡിക്കുലറായി ഒരു ലൈൻ അത് നീട്ടി വരച്ചു. അപ്പോൾ ആ ലൈൻ, ഇപ്പോൾ വരച്ച ലൈൻ ബേസിന് പാരലായിരിക്കും. അപ്പോൾ ഇനി കോമ്പസ് എടുക്കുക. കോമ്പസിൽ 6 സെൻറ്റിമീറ്റർ ലെന്ത് അളന്നെടുക്കുക. അത് ബേസിൻ്റെ ഒരു സൈഡിൽ കുത്തി 6 സെൻറ്റിമീറ്റർ അകലത്തിൽ ഒരു ആർക്ക് വരയ്ക്കുക. കാരണം രണ്ടാമത്തെ സൈഡ് 6 സെൻറ്റിമീറ്റർ ആണ്. ഇനി ബേസിൻ്റെ അടുത്ത സൈഡിലും കുത്തി ഇതേപോലെ ഒരു ആർക്ക് വരയ്ക്കുക. ഇപ്പോൾ കോമ്പസ് അടുത്ത സൈഡിലും കുത്തി ഇതേപോലെ 6 സെൻറ്റിമീറ്റർ നീളത്തിൽ ഇതേപോലെ ഒരു ആർക്ക് കൂടി വരച്ചു. അപ്പോൾ നമുക്ക് ബേസ് 5 സെൻറ്റിമീറ്റർ എടുത്തു. ഇനി അടുത്ത സൈഡ്, രണ്ടാമത്തെ സൈഡ് 6 സെൻറ്റിമീറ്റർ ആണ്. ഈ 6 സെൻറ്റിമീറ്റർ കോമ്പസിലെടുത്തു. നമ്മൾ മുകളിലത്തെ ലൈനിൽ, ബേസിന് പാരലായിട്ടുള്ള ലൈനിൽ ഓരോ ബേസിൻ്റെ ഓരോ സൈഡിലും കുത്തിയിട്ട് ഓരോ ആർക്ക് വരച്ചു. ഈ കോമ്പസ് മാറ്റി വെക്കാം. ഇനി ഈ 2 സൈഡുകളും കൂട്ടി നമുക്ക് ഈ ആർക്കുകളും ഈ 2 ബേസിൻ്റെ 2 എൻഡുകളും കൂട്ടി വരയ്ക്കുമ്പോൾ നമുക്ക് പാരലോഗ്രാം കിട്ടും. അപ്പോൾ ഇവിടെ ബേസ് 5 സെൻറ്റിമീറ്റർ, മറ്റ് 2 സൈഡുകൾ ഇത് 6 സെൻറ്റിമീറ്റർ, ഇവിടെയും 6 സെൻറ്റിമീറ്റർ,
മുകളിൽ ഈ രണ്ട് ആർക്കുകൾ തമ്മിലുള്ള അകലം അത് 5 സെൻറ്റിമീറ്റർ ആയിരിക്കും. അപ്പോൾ ഏരിയയുടെ ഇക്വേഷനിൽ നിന്നും നമ്മൾ ഹൈറ്റ് കണ്ടുപിടിച്ചു. അതിനുശേഷം ബേസ് വരച്ചു, മറ്റ് സൈഡിൻ്റെ ലെന്ത് കോമ്പസിലെടുത്ത് ആർക്ക് വരച്ചു. അങ്ങനെ നമുക്ക് രണ്ട് സൈഡുകൾ 5 സെൻറ്റിമീറ്ററും 6 സെൻറ്റിമീറ്ററും ഉള്ള ഏരിയ 25 സെൻറ്റിമീറ്റർ ആയിട്ടുള്ള ഒരു പാരലലോഗ്രാം സാമാന്തരികം കിട്ടി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡ്രോ എ പാരലലോഗ്രാം ഓഫ് ഏരിയ 25 സ്ക്വയർ സെൻറ്റിമീറ്റേഴ്സ് ആൻഡ് പെരിമീറ്റർ 24 സെൻറ്റിമീറ്റേഴ്സ്. ഏരിയ പരപ്പളവ് 25 സെൻറ്റിമീറ്റർ സ്ക്വയറും പെരിമീറ്റർ ചുറ്റളവ് 24 സെൻറ്റിമീറ്ററും ആയിട്ടുള്ള ഒരു സാമാന്തരികം വരയ്ക്കുക. നമുക്ക് വരച്ച് നോക്കാം. ഇവിടെ ഏരിയ ഈസ് ഈക്വൽ ടു ബേസ് ഇൻറ്റു ഹൈറ്റ് ഈക്വൽ ടു ഏരിയ ഇവിടെ 25 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് രണ്ടാമത്തെ സൈഡ് അറിയത്തില്ല. അപ്പോൾ ഇതിൽ നിന്ന് രണ്ടാമത്തെ സൈഡ് നമ്മൾ കണ്ടുപിടിക്കണം. ഇവിടെ ബേസ് ഇൻറ്റു ഹൈറ്റ് 25 സെൻറ്റിമീറ്റർ ആയതുകൊണ്ട് നമുക്ക് ബേസിനെ 5 സെൻറ്റിമീറ്റർ എന്ന് എടുത്താൽ ബേസ് ഈക്വൽ ടു 5 സെൻറ്റിമീറ്റർ എടുക്കുന്നു. അപ്പോൾ ഹൈറ്റ് h ഈസ് ഈക്വൽ ടു 25 ഡിവൈഡ് ബൈ 5 ഈക്വൽ ടു 5 സെൻറ്റിമീറ്റർ എന്ന് കിട്ടുന്നു. ബേസും ഹൈറ്റും നമുക്കറിയാം. അപ്പോൾ നേരത്തെ വരച്ച പോലെ നമുക്ക് വരയ്ക്കാം. പക്ഷെ നമുക്ക് മറ്റ് സൈഡ് അറിയത്തില്ല. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് പെരിമീറ്റർ പി ഈസ് ഈക്വൽ ടു 24 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ രണ്ട് സൈഡിൻ്റെയും സമ്മിൻ്റെ ഇരട്ടിയായിരിക്കും നമ്മുടെ 24. അപ്പോൾ ഒരു സൈഡിനെ നമ്മൾ 5 എന്നെടുത്തിട്ടുണ്ട്. അപ്പോൾ 5 പ്ലസ് അടുത്ത സൈഡിനെ എക്സ് എന്ന് വിചാരിച്ചാൽ 5 പ്ലസ് എക്സ് ഇൻറ്റു 2 ഈക്വൽ ടു 24 ആയിരിക്കും. അപ്പോൾ 5 പ്ലസ് എക്സ് ഈക്വൽ ടു 24 ഡിവൈഡ് ബൈ 2 ഈക്വൽ ടു 12 ആയിരിക്കും. അപ്പോൾ 5 പ്ലസ് എക്സ് ഈക്വൽ ടു 12 ആണ്. അതുകൊണ്ട് എക്സ് ഈക്വൽ ടു 12 മൈനസ് 5ൻ്റെ കൂടെ എക്സ് കൂട്ടുകയാണ് വേണ്ടത്. അതുകൊണ്ട് എക്സ് കിട്ടാൻ 12 നിന്നും 5 കുറയ്ക്കുക ഈക്വൽ ടു 7 സെൻറ്റിമീറ്റർ. അപ്പോൾ നമുക്ക് പാരലലോഗ്രാം വരയ്ക്കാനുള്ള എല്ലാ കാര്യങ്ങളും കിട്ടി. ബേസ് ഈസ് ഈക്വൽ ടു 5 സെൻറ്റിമീറ്റർ. അതുപോലെ ഹൈറ്റ് h ഈസ് ഈക്വൽ ടു 5 സെൻറ്റിമീറ്റർ എന്ന് കിട്ടി. അതുപോലെ അടുത്ത സൈഡ് നെക്സ്റ്റ് സൈഡ് ഈക്വൽ ടു 7 സെൻറ്റിമീറ്റർ എന്നും കിട്ടുന്നു. ഇനി നമുക്ക് പാരലലോഗ്രാം വരയ്ക്കാം. നേരത്തെ വരച്ച അതേ മെത്തേഡിൽ തന്നെ വരയ്ക്കാം. ആദ്യം 5 സെൻറ്റിമീറ്റർ നീളത്തിൽ ബേസ് വരച്ചു. ഇതേ 5 സെൻറ്റിമീറ്റർ നീളത്തിൽ നമ്മൾ ഹൈറ്റും വരയ്ക്കുന്നു. ഇനി ഹൈറ്റിനൊരു പെർപെൻഡിക്കുലർ, അതായത് ബേസിന് പാരലായിട്ടൊരു ലൈൻ വരയ്ക്കും. ഇനി കോമ്പസ് എടുത്ത് കോമ്പസിൽ 7 സെൻറ്റിമീറ്റർ അളന്നെടുക്കുന്നു. ഇനി ആർക്ക് വരയ്ക്കുന്നു. കോമ്പസ് ഇതേപോലെ മാറ്റി അടുത്ത സൈഡിലും ബേസിൻ്റെ അടുത്ത എൻഡിൽ വെക്കുന്നു. വീണ്ടും ഇവിടെ നിന്നും ഒരാർക്ക് വരയ്ക്കും. കഴിഞ്ഞ ക്വസ്റ്റ്യൻ ചെയ്ത് അതേപോലെ രണ്ട് ആർക്കുകൾ കിട്ടി. ഇനി കോമ്പസ് മാറ്റി വെക്കുന്നു, സ്കെയിൽ എടുക്കുന്നു, ഈ രണ്ട് പോയിന്റുകളും ചേർത്ത് വരയ്ക്കുന്നു. അപ്പോൾ നമുക്ക് പാരലലോഗ്രാം കിട്ടി. സാമാന്തരികം ബേസ് ഇവിടെ 5 സെൻറ്റിമീറ്റർ, അതുപോലെ ഈ നീളം 7 സെൻറ്റിമീറ്റർ, 7 സെൻറ്റിമീറ്റർ, മുകളിൽ 5 സെൻറ്റിമീറ്റർ. ഇപ്പോൾ നമ്മളോട് ചെയ്തത്, നമുക്ക് തന്നിരിക്കുന്നത് സാമാന്തര്യത്തിൻ്റെ പാരലലോഗ്രാമത്തിൻ്റെ ഏരിയ മാത്രമേ ഉള്ളൂ. അത് വെച്ചിട്ട് നമുക്ക് ബേസും ഹൈറ്റും നമ്മൾ കണ്ടുപിടിച്ചു. അതിനുശേഷം പെരിമീറ്റർ അപ്പോൾ ഈ പെരിമീറ്ററിൻ്റെ പകുതിയായ 12, ആ 12ൽ നിന്നും 5 കുറച്ചു. അപ്പോൾ നമുക്ക് 7 സെൻറ്റിമീറ്റർ എന്ന് കിട്ടി. ഇനി 7 സെൻറ്റിമീറ്ററും 5 സെൻറ്റിമീറ്റർ എടുത്തു. 5 സെൻറ്റിമീറ്റർ ബേസും
5 സെൻറ്റിമീറ്റർ ഹൈറ്റ് എടുത്ത് ലൈൻ വരച്ചു, 7 സെൻറ്റിമീറ്റർ കോമ്പസിലെടുത്ത് ആർക്ക് വരച്ചു, നമുക്ക് പാരലലോഗ്രാം സാമാന്തരികം കിട്ടി.